എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗമായിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ വാർത്ത. 12 വർഷക്കാലം ധീരമായി സഭയെ നയിച്ച വലിയ ഇടയൻ, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സഭയാകുന്ന നൗക മുന്നോട്ട് തുഴഞ്ഞ പത്രോസിൻ്റെ നല്ല ഒരു അമരക്കാരൻ, സവിശേഷതകളും വിശേഷണങ്ങളും ഏറെയുള്ള ഒരു വ്യക്തിത്വം. ഒരുപാട് നന്മകൾ പരിശുദ്ധ പിതാവിനെ കുറിച്ച് ലോക നേതാക്കളും മാധ്യമങ്ങളും എല്ലാം പറയുന്നു. അതിനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പാപ്പായിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു നന്മ എന്നത്, ഒരുപാട് യുദ്ധങ്ങൾക്കിടയിൽ സമാധാനത്തിനു വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി അദ്ദേഹം ലോക നേതാക്കളോട് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനിടയിലും യുദ്ധം നിർത്തുവാനും സമാധാനം പുലർത്തുവാനും അദ്ദേഹം ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ചു. തൻ്റെ രോഗാവസ്ഥയിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിലെ സമാധാനത്തിൻ്റെ പ്രവാചകനായി അദ്ദേഹത്തെ കണക്കാക്കാവുന്നതാണ്. യുദ്ധത്തോടും ലോകം അതിനോട് പുലർത്തുന്ന ആഗോള നിസ്സംഗതയോടും ഗ്ലോബൽ ഇൻഡിഫറൻസ് അരുത് എന്ന് പറയുവാൻ ഫ്രatelli tutti എന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. സമാധാനം എന്നത് കേവലം യുദ്ധത്തിൻ്റെ അഭാവമല്ല, മറിച്ച് അത് നീതിയിൽ അധിഷ്ഠിതമാകണമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ ഏറ്റവും ആദ്യം പറയുന്ന വാക്കും ഏറ്റവും അധികം പറയുന്ന വാക്കിതാണ്, സമാധാനം എന്നാണ്. ഈസ്റ്റർ സമാധാനത്തിൻ്റെ നാളുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ചുറ്റും കേൾക്കുന്ന പരാതി. കുടുംബത്തിൽ ഒരു സമാധാനവുമില്ല, കുടുംബ യൂണിറ്റിൽ ഒരു സമാധാനവുമില്ല, പള്ളിയിൽ ഒരു സമാധാനവുമില്ല, പാർട്ടിയിൽ ഒരു സമാധാനവുമില്ല, ഓഫീസിൽ ഒരു സമാധാനവുമില്ല, സ്കൂളിൽ ഒരു സമാധാനവുമില്ല, സഭയിൽ ഒരു സമാധാനവുമില്ല, രാജ്യത്ത് ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് സമാധാനം വീണ്ടെടുക്കുക, പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ ലക്ഷ്യം. എന്താണ് സമാധാനം? പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഉദിതനായ ക്രിസ്തു നൽകുന്ന സമ്മാനമാണ് സമാധാനം. നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ആവശ്യങ്ങളിൽ ഈശോയെ ചേർത്ത് നിർത്തുക, സമാധാനം താനേ വന്നു ചേരും. മാത്രമല്ല, സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിസ്സംഗതയും നിശബ്ദതയും പുലർത്തരുതെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. നിസ്സംഗതയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപമെന്നും ഇൻഡിഫറൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സിൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ സമാധാനത്തിനു വേണ്ടി മുറവിളി കൂട്ടുവാനായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാ ക്രൈസ്തവനുമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ആരും മറന്നു പോകരുത്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കരുണയുടെ ഈശോയ്ക്കും ഈ തിരുനാളിനും വേണ്ടതിലധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പാപ്പായുടെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ സ്ഥായിയായ സ്വഭാവം കരുണയാണ്. ദൈവത്തിന്റെ കരുണയുടെ മുഖം ക്രിസ്തുവിലൂടെയാണ് മനുഷ്യന് വെളിപ്പെട്ടത്. അഗതികളോടും കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും ലൈംഗിക ഭിന്ന വിഭാഗത്തിൽപ്പെട്ടവരോടും, അങ്ങനെ സമൂഹത്തിലെ പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പരിശുദ്ധ പിതാവ് അനുകമ്പയോടെ വർത്തിച്ചു എന്നുള്ളതാണ്. സുവിശേഷത്തിലെ ക്രിസ്തുവിന്റെ സ്ഥായിയായ പാപം കരുണയാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. കരുണയുടെ കാവൽക്കാരനായി പരിശുദ്ധ പിതാവ് മാറി എന്നതാണ് സത്യം. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സവിശേഷ ഗുണമാണ് കരുണ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം. ഈശോ നമ്മളെ പഠിപ്പിച്ച അങ്ങനെയാണ്. ബൈബിൾ കാണിച്ചു തരുന്ന ദൈവത്തിന്റെ ചിത്രം കരുണയുള്ള ഒരു പിതാവിൻ്റെതാണ്. അവിടുന്ന് അനുസരണക്കേട് കാണിച്ച ആദ്യ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നു, സഹോദരനെ കൊന്ന കായലിനോട് കരുണ കാണിക്കുന്നു,
നോഹയോടും കുടുംബത്തോടും ലോത്തിനോടും കുടുംബത്തോടും എല്ലാം കരുണ കാണിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ പോലെ കുറച്ചുകൂടി കരുണയോടെ പെരുമാറുവാൻ ഞാനും നിങ്ങളും പഠിക്കണം. ചില പിള്ളേരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ പറയാറില്ല, ഇവന് അപ്പൻ്റെ അതേ സ്വഭാവമാണെന്നൊക്കെ. നമ്മുടെ പെരുമാറ്റം കണ്ട് ആരെങ്കിലും പറയുമോ നമുക്ക് സ്വർഗത്തിലെ അപ്പൻ്റെ സ്വഭാവമാണ് നമുക്കെന്ന്, ഈശോയുടെ സ്വഭാവമാണെന്ന്? അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ നമ്മളങ്ങനെ പറയിപ്പിക്കണം. കൂട്ടായ്മയിലെ ക്രിസ്തു സാന്നിധ്യം ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ശ്ലീഹ മറ്റ് ശിഷ്യർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അത് കൂട്ടായ്മയിലെ ക്രിസ്തു സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തോമസിന് ക്രിസ്തു ദർശനം ലഭിച്ചില്ല. പിന്നീട് 8 ദിവസങ്ങൾക്ക് ശേഷം തോമാസ് ശ്ലീഹ ശിഷ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ക്രിസ്തു അനുഭവം സ്വന്തമാക്കുന്നു. എന്ന് വെച്ചാൽ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ക്രിസ്തുവിനെ കാണാനും അനുഭവിക്കുവാനുമായത്. അതായത് കൂട്ടായ്മയാണ് കമ്മ്യൂണിയൻ, ഒരാൾക്ക് ക്രിസ്തു അനുഭവം സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു മാർഗം. കുടുംബം ഒരു കൂട്ടായ്മയാണ്, പരിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയാണ്, കുടുംബ യൂണിറ്റ് അതൊരു കൂട്ടായ്മയാണ്, ഇടവക ഒരു കൂട്ടായ്മയാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ ക്രിസ്ത്യാനുഭവം സ്വന്തമാക്കുക. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുവചനം. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കൂട്ടായ്മകൾ ആൾക്കൂട്ടങ്ങളായി മാറുന്നു എന്നുള്ള ഒരു അപകടമുണ്ട്. ഇന്ന് നമ്മൾ ഒരു ആത്മപരിശോധന ചെയ്യണം. നമ്മുടെ കൂട്ടായ്മകളൊക്കെ ആൾക്കൂട്ടങ്ങളായി മാറുന്നുണ്ടോ എന്ന്. ഇത് രണ്ടും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക. കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില കുട്ടികളെയും ചെറുപ്പക്കാരെയും സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. അവർ പലപ്പോഴും വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് നമ്മുടെ നല്ല കൂട്ടായ്മകൾ ഏതൊക്കെയാണോ അതിനോട് ചേർന്ന് നിന്ന് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക, ഒപ്പം സ്വയം ശക്തിപ്പെടുക. ക്രിസ്ത്യാനുഭവം സ്വന്തമാക്കാനും പരിശ്രമിക്കുക. കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള പ്രവണതകളെ മാറ്റിക്കളയുക. ഇന്ന് നമ്മൾ കരുണയുടെ തിരുനാള് ആഘോഷിക്കുന്നു. മാർത്തോമാ ശ്ലീഹായെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. പുതുഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു. തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.